വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലത്തിൻ്റെ ഉടമ തന്നിട്ടുണ്ട്. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും ചെയ്ത് നോക്കാം. ഒരു 10-500 പൊടിവാഴ വെച്ചിട്ടുണ്ട്. അതിന് 2 മണ്ണ് കയറ്റി കഴിഞ്ഞ് ഒരു 2-3 വളവും കഴിഞ്ഞ്. അപ്പോൾ വെറുതെ ഇരിക്കേണ്ടതെന്ന് ഓർത്തിട്ട് ഇത് വീണ്ടും അയാൾ വാങ്ങിയിട്ട് ചെയ്യുകയാണ്. ഒരു 10-100 വാഴേൻ്റെ മുകളിൽ ഇത് ഉള്ളൂ. അപ്പോൾ ഇത് നല്ല മണ്ണാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ സൈഡിലൊരു തോട് പോകുന്നുണ്ട്. അപ്പോൾ ആ തോട്ടിൽ നിന്ന് വെള്ളം വേണമെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉണ്ട് ഇതിൻ്റെ ബാക്കി സ്ഥലം. പക്ഷേ അത് വെള്ളത്തിനൊരു ചെറിയ ഇടമഴ കിട്ടിയില്ലെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറ്റിപ്പോയത്. ഇടമഴ കിട്ടിയില്ല, നമുക്ക് ഇത് ചൂട് കാരണം ഒടിഞ്ഞ് വീഴും. അപ്പോൾ ഇത് തോട് സൈഡിൽ കൂടെ തോട് പോകുന്നത്, വേണമെങ്കിൽ അത് കെട്ടിയിട്ട് ഇങ്ങോട്ട് വെള്ളം ഇതിനകത്തേക്ക് കയറ്റാൻ സൗകര്യമുണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ചെയ്തു നോക്കുക, പ്രതീക്ഷയല്ലേ വലുത്, നമുക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ റീപ്ലാന്റിംഗ് ആണ്. റീപ്ലാന്റിങ് അതിന് ഭയങ്കര കാട് പിടിച്ച് പോയി. നമ്മൾ കൊല വെട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. നോക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ മറ്റുള്ള പണിയൊന്നുമില്ല. അപ്പോൾ അത് ഇപ്പം കാട് വല്ലാതെ കയറി. അപ്പോൾ അതാദ്യം കത്തിയും കൊണ്ട് വെട്ടി വൃത്തിയാക്കിയതിന് ശേഷമാണ് ചാല് എടുക്കുന്നത്. ഇത് പിന്നെ പൊടിവാഴ പോലെ ഒറ്റച്ചാല് വേണ്ട, ഇത് ഡബിൾ കള്ളിയാക്കാം. കന്നിവാഴയ്ക്ക് ഡബിൾ കള്ളി ആക്കലാണ് നല്ലത്. ആ വെള്ളത്തിൻ്റെ നമുക്ക് വെള്ളം അബ്സോർവ് ചെയ്യുന്ന വെള്ളം അങ്ങനെ പെട്ടെന്ന് പോവില്ല. മറ്റേ ഒറ്റക്കള്ളിയാകുമ്പോൾ നമുക്ക് മഴക്കാലത്ത് ഫുള്ള് വാഴ നിൽക്കണം. അപ്പോൾ അത് വെള്ളം വേഗം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഒറ്റക്കള്ളിയാക്കുന്നത്. ഇത് ഡബിൾ കള്ളിക്ക് വേണ്ടിയിട്ട് വൃത്തിയാക്കിയിട്ടേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാലിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു ചാല് 2 ചാലിൻ്റെ സെൻറ്ററിലിട്ടിട്ട് അടുത്ത ചാല് വൃത്തിയാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ മണ്ണ് തോട്ടിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനകത്ത് മഴ പെയ്ത് ആ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതെല്ലാം കൂടി ചെയ്യും. അപ്പോൾ വാഴയ്ക്കൊരു ചെറിയ വളമാവും ചെയ്യും, നമുക്ക് കാട് കൊണ്ട് ഉള്ള ഉപദ്രവം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.